പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൻ്റെ തനതായ ഒരു ഭക്ഷ്യ പാരമ്പര്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് രസകാളൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ക്ഷേത്രത്തിൽ, ഗുരുവായൂർ അമ്പലത്തിലാണ് ഇത് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. അത് പ്രാദേശികമായിട്ട് ഉള്ള ഒരു വിഭവമാണ്. ഗുരുവായൂർ രസകാളൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ നമുക്ക് ഗുരുവായൂർ രസകാളൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനാദ്യമായിട്ട് 3/4 കിലോ മത്തങ്ങയും ഒരു 1/2 കിലോ കുമ്പളങ്ങയും കൂടെ മുറിച്ചിടുക. അതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി മുറിച്ചിടുക. അത് എല്ലാം കൂടി നമ്മൾ അടുപ്പത്ത് വെക്കുക. ഇതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ. അങ്ങനെ നമ്മളതിൽ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് നല്ല മഞ്ഞ കളറായിരിക്കും ഇതിന്. മത്തങ്ങ ഒരു മഞ്ഞ കളറാണല്ലോ, അതുപോലെ ഒരു സ്വർണ്ണ കളറായിരിക്കും ഇതിന്. അങ്ങനെ മഞ്ഞൾപ്പൊടി നമ്മളിട്ടു, ഉപ്പ് ആവശ്യത്തിന് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്തിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവുണ്ടാവില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുക കഷ്ണം, കുമ്പളങ്ങയും മത്തങ്ങയും. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 2 കപ്പ് തൈര് വേണം. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പം വാളംപുളിയാണ്. വാളംപുളി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമ്മൾ തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മൺപാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഉരുളിയിൽ വയ്ക്കാം. അത് അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടില്ല. ഇത് തേങ്ങ, 1 കപ്പ് തൈര്, ഒരു നുള്ള് ജീരകം നമ്മളിത് വറുത്താണ് അധികം ചേർക്കുന്നത്. അപ്പോൾ 1 നുള്ള് ചേർത്താൽ മതി. അത്ര ജീരകം ഇത്രയും ഈ തൈരിൽ കൂട്ടി അരച്ചെടുക്കുക. തേങ്ങയും ജീരകവും അരയ്ക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ചേ അരയ്ക്കുന്നുള്ളൂ. കടുക് വറുക്കുന്നതിൽ നമ്മൾ ജീരകം ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് അരയ്ക്കുന്നതിൽ കുറച്ചിടുക. മുളക് പൊട്ടിക്കാതെ ഒരു 4-5 മുളകാണ് എടുക്കുന്നത്. ഇതിൽ കടുക്, കറിവേപ്പില, മുളക്, പിന്നെ വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, അത്രയും സാധനമാണ് നമ്മൾ വറവിന് ഉപയോഗിക്കുന്നത്. 1 കപ്പ് തൈര് നമ്മൾ എടുത്തും വെക്കണം. 1 കപ്പ് അരയ്ക്കാനും ഉപയോഗിക്കും. പുളി പിഴിഞ്ഞെടുക്കണം. കഷ്ണം നന്നായിട്ട് വേവുമ്പോഴേക്ക് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണം. അതാണ് രസകാളൻ്റെ പ്രത്യേകത. ബാക്കി നമ്മൾ മോരുകറിയിൽ നിന്ന് അത് വ്യത്യസ്തമാകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പുളി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ കാളനിൽ നിന്ന് അത് മാറി ഇന്ന് അവിടെ വെച്ചാണ്. ഇനി നമ്മൾ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അതിലേക്ക് പിന്നെ പുളിവെള്ളം ഒഴിച്ചു, അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കടുകും കൂടി വറുത്തിടണം. വറുത്ത കടുകും മുളകും മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി അതിലേക്ക് കുറച്ച് ചേർക്കാം. ഇത് വളരെ രസകരമായൊരു വിഭവമാണ്. ഗുരുവായൂർ രസകാളൻ എന്നാണ് ഗുരുവായൂർ ഉണ്ടാക്കുന്നതിന് പറയുക. രസകാളൻ തയ്യാറാക്കാൻ നമ്മളതിൽ പുളിവെള്ളം കുറച്ച് ചേർക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇത് അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല, വളരെ അപൂർവമായിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളൂ. വിശേഷമായിട്ട് ഉണ്ടാക്കുന്ന ഒരു
ഭക്ഷണമാണ് ഇത്. ഗുരുവായൂർ ഈ ദേശത്തും ഒക്കെ അപ്പോൾ വളരെ വിശേഷപ്പെട്ടൊരു വിഭവമാണ് ഇവിടുത്തെ ഒരു കറി ഊണിൻ്റെ കൂടെ. മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റായിരിക്കും. എല്ലാ കഷ്ണവും നമുക്കൊന്ന് കിട്ടണം, കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുക. അല്ലെ മത്തങ്ങ അങ്ങോട്ട് ഉടഞ്ഞു പോകും. അങ്ങനെ ഉടച്ച് ചേർക്കില്ല. മത്തങ്ങയുടെയും കഷ്ണം കാണണം, കുമ്പളങ്ങയുടെയും കഷ്ണം കാണണം. ഇതാണ് രസകാളൻ്റെ പാകം. പതുക്കെ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ അങ്ങോട്ട് ഓഫാക്കുക. അങ്ങനെ നമ്മൾ അതിന് ശേഷം നമ്മളതിലേക്ക് വറവും കൂടി ഇടുക. കടുക്, മുളക്, കറിവേപ്പില, ജീരകം, നല്ല ജീരകം, ഇത്രയും സാധനം വറുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ചൊരിയുക. കഴിഞ്ഞു, രസകാളൻ തയ്യാർ. പിന്നെ വറവിന് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, നെയ്യ്. വേണമെങ്കിൽ ഇപ്പോൾ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. എരിവ് കുറവുള്ള ഒരു കറിയാണ്. ഭയങ്കര എരിയുന്നൊരു കറിയല്ല അത്. സൗമ്യമായ എന്നാൽ ഭയങ്കര ടേസ്റ്റുള്ള ജീരകത്തിൻ്റെ മണമൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ വറുത്തിടുന്ന മുളക് ഇങ്ങനെ നല്ല നനഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അത് ഉടച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എരിവ് കൂട്ടാം. പൊട്ടിക്കാതെ നമ്മൾ വറുത്തിടുന്ന മുളകുണ്ടല്ലോ, ആ മുളക് കൊണ്ട് നമുക്കിതിൻ്റെ എരിവ് നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടാം. അങ്ങനെ വിളമ്പുമ്പോൾ നമുക്ക് ആ ഒരു മുളകൊക്കെ കൂടിയാണ് കിട്ടുക. അതാണ് നമ്മുടെ രസകാളൻ്റെ പാകം. ഇതൊരു നല്ല കളറാണെന്നറിയാം, സ്വർണ്ണ കളറായിരിക്കും അതിന്. എല്ലാം കഴിയുമ്പോൾ ഒരു അവസാനത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ച, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി.
അങ്ങനെ നമ്മളുടെ രസകാളൻ തയ്യാറായിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പം നമ്മൾ ഒന്ന് തയ്യാറാക്കിയത് നമ്മളുടെ ഗുരുവായൂർ ടെമ്പിളിൽ കൊടുക്കുന്ന ഒരു കറിയാണ്. വളരെ വിശിഷ്ടമായ ഒരു വിഭവമാണ് ഇത്. നമ്മളുടെ അധികം ആരും അറിയപ്പെടാത്ത പോകുന്ന ചില ഭക്ഷ്യ പാരമ്പര്യങ്ങളുണ്ട്, അതിൻ്റെ പിന്തുടർച്ചകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാവരും ഈ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ കറി ഉണ്ടായിരിക്കും. അതാണ് പ്രധാനമായിട്ട് കൊടുക്കുന്ന കറി. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.